കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്, മറുഫ്ക ഞാൻ പെട്ടു എന്നാണ് തോന്നുന്നത്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി ഇതിൽ പെടണം എന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്ഥലത്തിലൊക്കെ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് ലോയിലൊക്കെ അഡ്മിഷൻ കുട്ടീനെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും മെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും ഇവർ. ദേ ആർ വെൽ ട്രെയിൻഡ് ഫോർ ദിസ്. ഇപ്പം അടുത്ത് ഒരു നിയമ വിദ്യാർത്ഥിക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചൊരു നിയമ വിദ്യാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, റിയൽ അനുഭവം ഞാൻ പറയാം. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലോ പഠിച്ച കുട്ടിയാണ്. ലോ പഠിച്ച കുട്ടീനോട് ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ മെസ്സേജ് അയക്കുകയാണ്, യുവർ ക്രെഡിറ്റ് കാർഡ്സ് ഹാസ് ഗോൺ ലിമിറ്റ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ട്, അതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ACP ആണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു, ഹലോ സർ, ഐ ആം ഇന്നസെൻറ്റ്, ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ട് ഓവർ ട്രാൻസാക്ഷൻ ഒന്നിനു വേണ്ടി യൂസ് ചെയ്തിട്ടില്ല. അല്ല, നിങ്ങളെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യണം, നിങ്ങൾ സ്കൈപ്പിൽ വരണം എന്ന് പറയാം. അങ്ങനെ ഈ കുട്ടി വീഡിയോ കോൺഫറൻസിങ്ങിൽ സ്കൈപ്പിലേക്ക് വരികയാണ്. ഈ കുട്ടിക്ക് ലിങ്ക് അയക്കുന്നു വാട്സപ്പിൽ. ഇവരൊരു പോലീസ് സ്റ്റേഷൻ പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ഫേക്ക് ഡ്രസ്, ഫേക്ക് പോലീസ് ഡ്രസ്, ഫേക്ക് പോലീസ് സ്റ്റേഷൻ അറ്റ്മോസ്ഫിയർ, ദേ ഹാവ് ക്രിയേറ്റഡ് എൻ്റയർ തിങ്. അതിനുശേഷം ഈ കുട്ടീനോട് പറയാണ്, ഒരു ഓർഡർ കാണിച്ചിട്ട്, സുപ്രീം കോടതിയുടെ ഓർഡർ കാണിച്ചിട്ട്, നിങ്ങളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്, നിങ്ങൾക്ക് ബെയിൽ എടുക്കണം. ഈ കുട്ടീനെ ഇത് ഇവർ വിശ്വസിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനോട് ആധാർ കാർഡ് കാണിക്കാൻ പറയും. ആധാർ കാർഡ് കാണിക്കാൻ പറയുമ്പോൾ ഈ കുട്ടീനോട് പറയും, നിങ്ങൾ ആ സ്കാനിൻ്റെ ബാർകോഡ് കാണിക്കുന്ന അത് കാണിക്കരുത്, ഇത് ആൾക്കൊക്കെ കണ്ട് നിങ്ങളുടെ മോശമായിട്ട് അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളത് കവർ ചെയ്തിട്ട് നിങ്ങളുടെ പേര് മാത്രം കാണിക്കണം. അങ്ങനെ ഈ കുട്ടീനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ മെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്തു. ഈ കുട്ടി അതിൽ പോകണം. കുട്ടീനോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പം ബെയിൽ ഇപ്പം നമുക്ക് തരാൻ പറ്റും, നിങ്ങൾ 40,000 രൂപ ബെയിൽ ബോണ്ട് കെട്ടണം, ലീഗൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബെയിൽ ബോണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം, അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോ ഫാക്കൽറ്റി സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ നിന്നാണ് സംഭവിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സിനോട് ഫസ്റ്റ് ഷെയർ ചെയ്തില്ല, റൂമിൽ അടച്ചിട്ടിട്ട് ചെയ്ത പരിപാടിയാണ്. 40,000 രൂപ അയച്ചു കൊടുത്തു. അപ്പോൾ ബെയിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള പുതിയൊരു ലെറ്ററൊക്കെ എനിക്ക് വാട്സപ്പിലേക്ക് ഇഷ്യൂ കൊടുക്കണം. എന്നിട്ട് പറയാണ്, ഞങ്ങൾ വീണ്ടും ക്വസ്റ്റ്യനിങ്ങിന് വിളിക്കും. അങ്ങനെ അവർ വീഡിയോ കോൺഫറൻസിൽ നിന്ന് പോവാണ്. അങ്ങനെ കുട്ടിയുടെ 40,000 രൂപ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്, മറുഫ്ക ഞാൻ പെട്ടു എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, പെട്ടെന്ന് എനിക്ക് അവനോട് ചൂടാവാൻ തോന്നി. പിന്നെ എനിക്ക് തോന്നി, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി ഇതിൽ പെടണം എന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്ഥലത്തിലൊക്കെ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് ലോയിലൊക്കെ അഡ്മിഷൻ കുട്ടീനെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും മെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും ഇവർ. ദേ ആർ വെൽ ട്രെയിൻഡ് ഫോർ ദിസ്. ഒരാളുടെ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഒരാളെ ഡിജിറ്റൽ അറസ്റ്റാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും. അവനിക്ക് 40,000 രൂപ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അത്രമാത്രം അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുള്ളൂ പൈസ. അതുകൊണ്ട് അപ്പോൾ ഇവർക്കറിയാം ഒരാളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്നുള്ളത്. ഇവരത് ഏതെങ്കിലും സോഴ്സ് വെച്ചിട്ട് കണ്ടെത്തുന്നുണ്ടാവും, എനിക്കറിയില്ല. അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണ് പൈസ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അന്നാണ് എനിക്ക് ഏറ്റവും ഭയാനകരമായിട്ട് തോന്നിയൊരു നിമിഷം. എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളെ ആയിക്കഴിഞ്ഞാലും, എത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളായി കഴിഞ്ഞാലും ഹൈക്കോടതി ജഡ്ജിമാർ ഇതിൽ പെട്ടിട്ടുണ്ട്. റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജസ് ഈ സ്കാമിൽ പെട്ടിട്ടുണ്ട്. ജസ്റ്റ് തിങ്ക് ഇതിൻ്റെ ഒരു ലെവല്. ഞാൻ ഫസ്റ്റ് ഒരു കുട്ടിയുടെ ഇതിൻ്റെ ബെയിലിൻ്റെ ആർഗ്യൂ ചെയ്യാൻ പോയ സമയത്ത് ജഡ്ജ് പാസ് ചെയ്യുന്നൊരു കമൻറ്റ്, ഈവൻ ദർ ആർ വിക്ടിംസ് സറൗണ്ടിങ് അസ്. സൈബർ ഫ്രോഡായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് പാവപ്പെട്ട കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ റെഡിക്ക് ഇവരെ പറ്റിക്കപ്പെടുന്ന ആളുകൾ പറ്റിക്കുന്ന ആളുകൾ വെൽ ട്രെയിൻഡ് ആണ്, വെൽ മെക്കാനിസമോട് കൂടിയിട്ടാണ്, മെൻ്റലി ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.